നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടത്തിയിട്ടുള്ള പരിപാടികളിലൂടെ വളരെ നല്ലൊരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര അഭിരുചി വളർത്തുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനൊരു പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെമിസ്ട്രിയും ബയോളജിയും വിഷയങ്ങളിലുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ് എടുത്തിരിക്കുന്നത്. ഗലീലിയോ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന വിഷയത്തിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ആലോചിച്ചിരിക്കുന്നത്. ശാസ്ത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് അറിയാം. എങ്കിലും ഒരു പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ജെ.സി. ബോസ് സയൻസ് ഫോറം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആലോചിച്ചത്. എങ്കിലും വളരെ വിശാലമായ പ്രവർത്തനങ്ങൾ ഇനിയും ജെ.സി. ബോസ് സയൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എല്ലാ കൂട്ടുകാരുടെയും പിന്തുണയും സഹകരണവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ ക്ലാസ്സുകൾക്ക് ശേഷവും നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ കൂട്ടുകാർക്കിടയിൽ വളർത്തുകയും ശാസ്ത്രം എല്ലാവിധ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലും നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഇടയിലുമൊക്കെ ശാസ്ത്രം വളരെ വ്യാപിപ്പിക്കുന്ന പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലെക്ചർ സീരീസ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പേര് നമുക്കറിയാം, ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് അൺവെയിലിംഗ് ദ സയൻസ് ത്രൂ ടോക്സ് എന്നാണ് നമ്മളിത് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിന് അപ്പുറം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതിന്റെ ആ ഉത്തരവാദിത്തമാണ് ജെ.സി. ബോസ് സയൻസ് ഫോറം ഈ പ്രവർത്തനങ്ങളിലൂടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടികളുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കോവിഡ് സമയത്ത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര അഭിരുചി വളർത്തുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജെ.സി. ബോസ് സയൻസ് ഫോറം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. വിവിധങ്ങളായിട്ടുള്ള കേരളത്തിലും പുറത്തും അകത്തും ഒക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതിനകത്തുള്ള പല പരിപാടികളിലും പങ്കെടുക്കുകയും അവരുടെ സഹകരണങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും അത്തരത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വൈകിയ വേളയിൽ നമ്മളുടെ ക്ലാസ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗലീലിയോ ഗലീലി ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന വിഷയത്തിലുള്ളതാണ്. ക്ലാസ് എടുക്കുന്നത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന ശാസ്ത്ര സംഘടന, ശാസ്ത്ര സമൂഹത്തിന്, ശാസ്ത്രം മനുഷ്യന്, ശാസ്ത്രം ചിന്തയിൽ എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന ശാസ്ത്ര സംഘടന അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ സംസ്ഥാന തലത്തിലുള്ള ഇവിടെ സംസ്ഥാന ചാപ്റ്ററിന്റെ കേരള ചാപ്റ്ററിന്റെ പ്രവർത്തകനായിട്ടുള്ള, അതോടൊപ്പം എറണാകുളം ചാപ്റ്ററിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സജി കുമാർ സാറാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് കേൾക്കുന്നതോടൊപ്പം മനസ്സിലാകുന്ന കാര്യങ്ങൾ എല്ലാവരും എഴുതി വെക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ക്ലാസ് കഴിയുന്നതിന് ശേഷം സാർ ഒരു ആക്ടിവിറ്റി തരുന്നതാണ്. ഏത് ദിവസത്തിനുള്ളിലാണ് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു തരേണ്ടത് എന്നുള്ളത് വോളണ്ടിയേഴ്സ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. അതിനനുസരിച്ച് എല്ലാവരും ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു തരണം. അതോടൊപ്പം വളരെ ശ്രദ്ധാപൂർവം സാറിന്റെ ക്ലാസ് ശ്രദ്ധിക്കുക. അതോടൊപ്പം വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സാറുടെ ക്ലാസ്സോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. വളരെ ലൈവ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ഹാർദമായി ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സജി കുമാർ സാറെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ശ്രുതി, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ സന്തോഷം. നമുക്ക് ജെ.സി. ബോസ് സയൻസ് ഫോറം ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇത് മൂന്നാമത്തെ കെമിസ്ട്രി, അതുപോലെ തന്നെ ജെനറ്റിക്സിന്റെ ബയോളജി, പിന്നെ ഫിസിക്സിന്റെ ക്ലാസ്, ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. നിങ്ങളുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ക്ലാസ് എടുക്കാൻ അവസരം തന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ കൂട്ടുകാരെയും ഈ ഓൺലൈനായിട്ട് മാത്രമാണ് കാണാൻ പറ്റിയത്. നിങ്ങളെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കൊരു ഓഫ്ലൈൻ മോഡിലും ഇതുപോലത്തെ ക്ലാസ്സുകൾ ജെ.സി. ബോസ് സയൻസ് ഫോറം സംഘടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വിഷയത്തിലേക്ക് നേരെ കടക്കാം, കാരണം നമ്മൾ അല്പം വൈകിപ്പോയല്ലോ.
നമുക്ക് ഒരു കപ്പൽ യാത്ര, അതായത് ഒരു പായ്ക്കപ്പലിലൂടെ യാത്ര പോയാലോ? യൂറോപ്പിലേക്ക് എങ്ങനെ പോകും നമ്മള്? യൂറോപ്പ് എവിടെയാ അറിയാമോ? യൂറോപ്പ് ഏഷ്യയുടെ മുകളില്. മുകളില്. അപ്പൊ നമുക്ക് പോണെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും? ഒരു പായ്ക്കപ്പലിൽ നമ്മൾ പോണെങ്കിൽ ഏത് വഴിക്ക് നമുക്ക് പോകാൻ പറ്റും യൂറോപ്പിലേക്ക്? ഏത് വഴിക്ക് പോകാൻ പറ്റും? എങ്ങനെ പോവാം നമുക്ക്? ഇവിടുന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പോണെങ്കിൽ ഏത് കടലിൽ കൂടെ പോയി, എങ്ങനെ പോയി, എവിടെ എത്താൻ പറ്റും? അല്ല കടലിൽ കൂടെ ഏത് വഴിക്ക് പോകാൻ പറ്റും? ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എതിലേ പോണം നമ്മള്? ഇപ്പൊ കേരളത്തിൽ നമ്മളിവിടെ നിങ്ങള് കേരളത്തിലുള്ള ഒരാളാണ്. കേരളത്തിലുള്ള ഒരാൾക്ക് യൂറോപ്പിലൂടെ കപ്പൽ, അതൊരു പായ്ക്കപ്പലിൽ കയറിയോ അല്ലെങ്കിൽ ഒരു കപ്പലിൽ കയറിയോ പോകണമെങ്കിൽ ഏത് വഴി പോകും നമ്മള്? എങ്ങനെ പോകാൻ പറ്റും? നിങ്ങളെ തന്നെയാണ് ഒരു പായ്ക്കപ്പലിൽ വിടുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ഏത് റൂട്ട് തിരഞ്ഞെടുക്കും? പറ. ആരും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ഉറങ്ങിപ്പോയോ? യാത്ര ചെയ്തിട്ടുണ്ടോ ഇതുപോലെ പായ്ക്കപ്പലില്? ഇല്ല. പായ്ക്കപ്പലിൽ കയറി പോകുമ്പോ അത് ഇതുപോലെ ആരെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് പായ്ക്കപ്പലിൽ കയറി അല്ലെ ഇതുപോലത്തെ കപ്പലിൽ, ചെറിയ കപ്പലിൽ കയറി വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. വെറുതെ ഓർത്തു നോക്കി ആരാണ്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ, വെരി ഗുഡ്, കൊള്ളാം. ഒരു കൈയ്യടി കൊടുക്കാം അല്ലേ? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ വന്ന റൂട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. അത് എതിലെയാണ് വാസ്കോഡ ഗാമ വന്നത്? ഏത് പ്രദേശത്തോടുകൂടിയാണ് വാസ്കോഡ ഗാമ വന്നത്? ഈ സ്ലൈഡ് ഒന്ന് നോക്കിയേ. ഉണ്ടോ? യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഏഷ്യയിലുള്ള നമുക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകണം? ആഫ്രിക്ക ചുറ്റി വേണം പോകാനായിട്ട്, അല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു, ആഫ്രിക്ക ചുറ്റി വേണം പോകാനായിരുന്നു. ഈ പിക്ചർ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പോർച്ചുഗീസുകാരും ഒക്കെ വന്നത് ആ വഴിക്കാണ്. പക്ഷെ ഇപ്പോ വേറൊരു കനാലുണ്ട്. ആ കനാലിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഷോർട്ടസ്റ്റ് റൂട്ട് നമുക്ക് പോകാൻ പറ്റും. ഏത് കനാലാ അത്? ഈജിപ്തിന്റെ അവിടെ ഉള്ളത് ഏത് കനാലാണ്? ഇത് ഈ കഴ്സർ പോയിരിക്കുന്ന ഭാഗം പറയാമോ? ഇത് എവിടെയാണെന്ന്? കനാലിന്റെ പേര് പറയാമോ? സൂയസ് കനാൽ. സൂയസ് കനാലിൽ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഷോർട്ട് കട്ട് പോലെ അവിടെ നമുക്ക് ഈ യൂറോപ്പിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ നമ്മുടെ ഗലീലിയോ ഗലീലി എവിടെയാണ് ജനിച്ചതെന്ന് അറിയാമോ? ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ പിസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഗലീലിയോ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്ന അറിയാമോ? അദ്ദേഹം ജനിച്ചത് 1564 അതായത് 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. 1564 ജനിച്ച വിഖ്യാതനായ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. പക്ഷെ ഏതാണ്ട് 450 വർഷത്തോളമായി അദ്ദേഹം മരിച്ചിട്ട്. ഇപ്പോഴെന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി ഇപ്പം ഈ വേറെ ഒത്തിരി സയന്റിസ്റ്റുമാരില്ലേ, എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി ഇപ്പം ഓർക്കുന്നത്, അല്ലെ അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? എന്തിനാണ് നമ്മളിപ്പോ ഈ 450 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ പറ്റി ഇപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഗലീലിയോയുടെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാവുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമി കറങ്ങുന്നുണ്ടോ? ഉണ്ട്. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത് ഭൂമി കറങ്ങുന്നുണ്ടെന്ന്? ആ കറക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അനുഭവേദ്യമാവുന്നുണ്ടോ ആ കറക്കം? ഇല്ല. ഇല്ല. അതെന്തുകൊണ്ടാ? ഇതാണ് നിങ്ങൾ പറയുന്ന ഭൂമി. ഗ്രാവിറ്റി. കറക്കം അറിയാത്ത ഗ്രാവിറ്റി ഉണ്ടാ? നമ്മളൊരു പമ്പരം കറക്കിയാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. പക്ഷെ ഇത്രയും വലിയൊരു ഭൂമിയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ കറക്കം നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ടാണത്? അപ്പൊ ഭൂമി കറങ്ങുന്നില്ലെന്ന് പറഞ്ഞാലോ?
അടുത്ത സ്ലൈഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കണ്ടേ ഇതുപോലെ? കറങ്ങണോ? നമ്മൾ വളരെ ചെറുതായോണ്ട് നമ്മൾ വളരെ ചെറുതായതുകൊണ്ടാണ് ഭൂമിയുടെ കറക്കം അറിയാത്തത്. ആണോ? ശരിക്കും ഭൂമി കറങ്ങുന്നുണ്ടോ? ഭൂമിയാണോ കറങ്ങുന്നത്, സൂര്യനാണോ കറങ്ങുന്നത്? സൂര്യൻ സൂര്യനാണ് കറങ്ങുന്നത്. ഭൂമിയെ ചുറ്റി കറങ്ങുകയാണ് അല്ലെ? ശരിയാണോ? അല്ല ആ, ഭൂമിയാണോ കറങ്ങുന്നത്, സൂര്യൻ? അപ്പൊ നമ്മൾ നമ്മുടെ സ്ലൈഡിൽ കാണുന്ന പോലെ ഭൂമിയാണോ കറങ്ങുന്നത് അതോ സൂര്യനാണോ കറങ്ങുന്നത്? ഭൂമി രണ്ടും കറങ്ങുന്നുണ്ട്. രണ്ടും കറങ്ങുന്നുണ്ട്. ഓക്കെ. എന്നാൽ നമ്മൾ കാണുന്നത്, നമ്മുടെ കാഴ്ച എങ്ങനെയാണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? കിഴക്കുദിക്കുന്ന സൂര്യൻ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് പോകും, പടിഞ്ഞാറോട്ട് പോകും അല്ലേ? പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മൾ കിഴക്കുദിക്കുന്നു, ആകുമ്പോൾ സൂര്യനെ കാണുന്നു. സൂര്യൻ മാത്രമല്ല, ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും എല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ പറയാണ് എന്ത്, ഭൂമിയാണ് കറങ്ങുന്നതെന്ന്. പക്ഷെ ഭൂമിയാണ് കറങ്ങുന്നതെങ്കിൽ ഭൂമിയുടെ കറക്കം നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതെന്താ അതിന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് നമുക്ക് അത് കറക്കം അറിയാത്തതും ഈ ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാത്തതും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ കറക്കം എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? അല്ലെ നമുക്ക് കറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കാം. അപ്പൊ എളുപ്പമുണ്ടല്ലോ അല്ലേ? ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും പോയോ? ഇല്ല ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ? ഭൂമിയുടെ കറക്കം നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഭൂമി ഏതാണ്ട് ഒരേ സ്പീഡിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കറക്കത്തിന്, ആ വേഗതയ്ക്ക് ഒരു വ്യത്യാസം വരുമ്പോൾ മാത്രമേ നമ്മൾ ചിലപ്പം അത് അറിയാൻ നമുക്ക് പെട്ടെന്ന് കഴിയുള്ളൂ. കാരണം നമ്മളൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്യാന്നിരിക്കട്ടെ. ഈ കാറ് നല്ല സ്പീഡിലാണ് പോകുന്നത്, നമ്മൾ പുറത്തേക്കൊന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാറ് ചലിക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നില്ല. പക്ഷേ പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയും ഏതാണ്ട് ഒരേ സ്പീഡിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിച്ചേ? സമ്മതിക്കുന്നുണ്ടോ? സമ്മതിച്ചു. ഓക്കെ. നമ്മുടെ ഭൂമി കറങ്ങുന്നൊന്നും സമ്മതിച്ചു. അത് സ്വയം ഭ്രമണമുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം ആരെ ചുറ്റുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. ഇത് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ ഒരാളോട്, ഇപ്പൊ നിങ്ങളുടെ അനിയന്മാരോടോ അനിയത്തിമാരോടോ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം നമുക്ക്, ഇത് സൂര്യൻ ചുറ്റുന്നുണ്ട്, അല്ലെ സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവര് നോക്കുമ്പോഴേക്കും ഈ സൂര്യൻ ഇതിനെ ഭൂമിയാണ് ചുറ്റുന്നത്. പക്ഷെ നമ്മൾ അവരോട് പറയാണ് അങ്ങനെയല്ല, ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത് എന്ന് എങ്ങനെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എങ്ങനെയാ അത് നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? പറയാൻ പറ്റുമോ? എങ്ങനെ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? നേരെ തിരിച്ചാണ് നമ്മൾ. ആ, ഓക്കെ, അത് സമ്മതിച്ചു. റൊട്ടേഷൻ റെവല്യൂഷൻ കൊണ്ടാണ്. പക്ഷെ ഒരാൾക്കൊന്നും മനസ്സിലാകുന്ന രീതി നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും റൊട്ടേഷൻ റെവല്യൂഷൻ കൊണ്ടാണെന്ന്? പറയാമോ? അതായത് ചോദ്യത്തിലേ ഉള്ളൂ, നമ്മുടെ ഓക്കെ, അവരോട് പറയാം, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത് റൊട്ടേഷൻ കൊണ്ടാണ്. സമ്മതിച്ചു, അവർ സമ്മതിക്കും. പക്ഷേ റെവല്യൂഷൻ നമുക്ക് അവരെ എങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റും? റെവല്യൂഷൻ എങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റും നമുക്ക്? അതായത് സീസൺസ് മാറി വരുന്നത്. സീസൺസ് മാറി വരുന്നത് പറയാം, സമ്മതിച്ചു. പക്ഷെ ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവില്ല. അവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസൺസ് മാറി വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. അവർ കുറച്ചും കൂടെ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട് പെട്ടെന്ന് ചിന്തിച്ചു. നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് എങ്ങനെയാ? ബസ്സിലല്ലേ? ബസ്സിലല്ലേ സ്കൂളിലേക്ക് വരുന്നത്? ആ സ്കൂളിലേക്ക് ബസ്സിൽ വരുമ്പോഴേക്കും നമ്മുടെ എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുപാട് നിങ്ങൾ കാണുക? എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ ചുറ്റുപാട് കാണുക? ബസ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുമ്പം ചുറ്റുപാടുള്ള എന്ത് കാഴ്ചകളാണ് നിങ്ങൾ കാണാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരങ്ങളും വീടുകളും ഒക്കെ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നും. ശരിക്കും സഞ്ചരിക്കുന്നത് ആരാ? നമ്മളും നമ്മുടെ ബസ്സും തന്നെയാണ്. അതെ അതെ, നമ്മൾ നമ്മുടെ ബസ്സുമാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുമ്പോഴേക്കും കാണുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള അപ്പുറം ഇപ്പുറയുള്ള ഈ പോകുന്ന വാഹനത്തിന്റെ തൊട്ട് അപ്പുറം ഇപ്പുറയുള്ള വീടുകളും മരങ്ങളും എല്ലാം പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ നമ്മള് ഭൂമിയാകുന്ന ഒരു ഉരുണ്ട ബസ്സിൽ കയറിയിരിക്കാന്ന് വിചാരിക്കുക. ആ ബസ്
എവിടുന്ന് എങ്ങോട്ടാ പോണത്? സ്കൂളിലേക്കല്ല പോണത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങാണ് ഭൂമിയാകുന്ന ബസ്. അപ്പം കിഴക്ക് നിന്ന് ഏതെങ്കിലും പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നണ്ടേ? ആകാശത്ത് മരങ്ങളും വീടുകളും ഒന്നും ഇല്ലല്ലോ. അതിന് പകരം ആകാശത്തുള്ളത് എന്തൊക്കെയാണ്? എന്തൊക്കെയാ ഉള്ളത് ആകാശത്ത്? സ്റ്റാർസ്. സ്റ്റാർസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ഏതാണ്? സൂര്യനല്ലേ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സണ്ണാണ്. ആ സൺ എങ്ങനെയാ പോവാ? ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് വരുമ്പോ സൺ എവിടുന്ന് എങ്ങോട്ട് പോവും? സൺ എങ്ങനെയാ പോവാ? വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് ഭൂമി പോകുന്നു. അപ്പം സൺ എവിടുന്ന് എങ്ങോട്ട് പോവും? ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് ടു വെസ്റ്റ്. അത് നമ്മൾ തോന്നുകയാണ് അപ്പം അല്ലെ? സൺ ഈസ്റ്റ് ടു വെസ്റ്റ് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ കാണുന്നുണ്ട്. കാരണം ആകാശത്ത് ഭൂമിയാകുന്ന ബസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ബസ് ഇങ്ങനെ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് കറങ്ങാണ്. ആ കറക്കത്തിനിടയ്ക്ക് നമ്മൾ ആകാശത്ത് കാണുന്ന മറ്റ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ ഓരോ കാഴ്ചകൾ കാണുക മാത്രമല്ല അതിനെ നിരീക്ഷിക്കാൻ കൂടി പഠിക്കണം. ആ നിരീക്ഷിക്കാൻ കൂടി പഠിക്കുമ്പോഴേ ശാസ്ത്ര പഠനം പൂർത്തിയാവുള്ളൂ. ആ ശാസ്ത്രപഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിരീക്ഷിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗലീലിയോ 1564 ജനിച്ചതെന്ന്. ഗലീലിയോ ജനിക്കുന്ന സമയത്ത് ഈ ആളുകളുടെ ഇടയിൽ വലിയൊരു തർക്കം നടക്കുന്ന ഒരു സമയമാണ്. കോപ്പർനിക്കസ് എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത്, സൂര്യനാണ് ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പൊ ആളുകളെല്ലാം ആകെ പ്രശ്നം ഉണ്ടാക്കി. കോപ്പർനിക്കസ് പറഞ്ഞത് തെറ്റാണ്. ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമിയെയാണ് മറ്റെല്ലാം ചുറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗലീലിയോ നമ്മുടെ പിസയിൽ ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. ഗലീലിയോ മിടുക്കനായിരുന്നു മാത്രമല്ല, അദ്ദേഹം നിരീക്ഷിക്കാൻ വളരെ മിടുക്കനുമായിരുന്നു ഗലീലിയോ. ആ ഗലീലിയോ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സംഗീതം അധ്യാപകനായിരുന്നു. ആ സംഗീത അധ്യാപകനായിരുന്നു മാത്രമല്ല മേഖലയിൽ വളരെയധികം ഗവേഷണം നടത്തിയിരുന്ന ഒരു വ്യക്തി. നിങ്ങൾ ഒരാൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനനുസരിച്ച് നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് പരീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഗലീലിയോയുടെ അച്ഛനായ വിൻസെൻസിയോ. അദ്ദേഹം ഒരു സംഗീത അധ്യാപകനായിരുന്നിട്ട് പോലും ആ മേഖലയിൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗലീലിയോയുടെ അച്ഛൻ. അപ്പം അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ, ആര് പറയുന്നത് നീ വിശ്വസിക്കുക എന്നുള്ളതല്ല, നീ അതിനെ കുറച്ചും കൂടി വിശദമായിട്ട് വിശാലമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യണം. അപ്പം ഭൂമി ഉരുണ്ടതാണ് അല്ലെ ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോ പറഞ്ഞു, ഞാനത് ഈ രീതിയിൽ മറ്റു കൂട്ടുകാർക്കും മറ്റു നാട്ടുകാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എല്ലാ അച്ഛനമ്മയും ആഗ്രഹിക്കുന്ന പോലെ, മിക്കവാറും എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം മകനെ എന്താക്കണം, ഒരു ഡോക്ടർ ആക്കണം എന്നാണ് മിക്കവാറും ആളുകൾ ആഗ്രഹിക്കുക. അങ്ങനെ ഗലീലിയോയെയും ഒരു ഡോക്ടർ ആക്കാനായിട്ട് അച്ഛൻ കൊണ്ട് ചേർത്തു. കാരണം വീട്ടിലെ വരുമാനം വളരെ കുറവായിരുന്നു. ആ കുറവായ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മകനെ ഒരു ഡോക്ടർ ആക്കാനായിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ മകൻ 4 വർഷം ഡോക്ടർ ആയിട്ട് പഠിക്കാൻ പോയി. അതിനുശേഷം അത് പൂർത്തിയാക്കാതെ അവിടുന്ന് പോകുന്നു. അദ്ദേഹം അതിന് പകരം എന്താ പഠിച്ചെന്നറിയോ? നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലേ കണക്ക്. ആ കണക്ക് പഠിക്കാനായിട്ടാണ് അദ്ദേഹം കൂടുതൽ താല്പര്യം കാണിച്ചത്. സയൻസ് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. അദ്ദേഹം അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ പഠനം 4 വർഷം ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് വരികയാണ്. വന്നതിന് ശേഷം ആളുകളോട് ഇതിനെപ്പറ്റി, ഈ ഭൂമിയുടെ കറക്കത്തെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ ആളുകളെ വിളിച്ചു ചേർത്ത് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം കാണുന്ന കാഴ്ചകൾ അത് പലതും പരീക്ഷിച്ച് നോക്കേണ്ടതും നിരീക്ഷിച്ച് നോക്കേണ്ടതുമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഈ ചിത്രം നോക്കിയേ, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ചിത്രമാണ്. ഇത് സൗരയൂഥത്തിന്റെ ഇപ്പോഴത്തെ നമുക്കറിയാവുന്ന ഒരു ചിത്രമാണ്. സൗരയൂഥത്തില് ഓരോ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും എങ്ങനെ കറങ്ങുന്നു. അതുകൊണ്ട് ഒരു ഗ്രഹത്തിന്റെ കൂടെ ചന്ദ്രനും കൂടി പോകുന്നത് കണ്ടില്ലേ, അതാണ് നമ്മുടെ ഭൂമി. അപ്പൊ ഈ രീതിയിലാണ് ആ ഭൂമിയുടെ സഞ്ചാരം എന്ന്
ഒരു സെക്കൻഡ് കേട്ടോ. എന്ന് നമുക്ക് നാം അറിയുന്നത് തന്നെ വളരെ വൈകിയാണെന്ന് മാത്രമല്ല, ആ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാവാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗലീലിയോ ജനിച്ചത്. 1564 അദ്ദേഹം ജനിച്ചത്. ഇറ്റലിയിലെ പിസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പിസയിൽ ജനിച്ച അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള, വളരെ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തിലും പരീക്ഷണത്തിലും ഒക്കെ, അന്വേഷണത്തിലും ഒക്കെ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നു. അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ ചിത്രം കണ്ടോ? ഇത് പിസ എന്ന് പറയുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഒരു തൂക്കുവിളക്കാണ്. ഒരു തൂക്കുവിളക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിങ്ങനെ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു വിളക്കാണ്. ആ വിളക്ക് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ഗലീലിയോ ഒരു ദിവസം പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഈ തൂക്കുവിളക്കിന്റെ അതിന്റെ ദോലനം അല്ലെങ്കിൽ ആട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇത് നിങ്ങൾ നടത്താറുള്ള കാര്യമല്ലേ, ഊഞ്ഞാലാടുക? അതെ. അതെ. ഈ ഊഞ്ഞാലാടുമ്പോൾ നിങ്ങൾ ഈ ഊഞ്ഞാലാട്ടത്തിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഊഞ്ഞാൽ നോക്കിയേ, ഊഞ്ഞാലാടുക. ആ ഊഞ്ഞാലാടുമ്പോഴേക്കും അതിന്റെ ചലനത്തിനും അതിന്റെ എത്ര സമയം എടുക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഗലീലിയോ, നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഗലീലിയോ എന്ത് ചെയ്തു? ആ പള്ളിയിലെ ആ വിളക്ക്, ഈ വിളക്കുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഓരോ ആട്ടവും ഓരോ ദോലനവും അതിന് എടുക്കുന്ന സമയം അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ അന്ന് വാച്ചൊന്നുള്ള സമയമല്ലായിരുന്നു. അദ്ദേഹം കയ്യിലെ പൾസ് നോക്കിയാണ്, ഈ പറഞ്ഞ ആ നമ്മുടെ ഹൃദയമിടിപ്പ് നോക്കിയിട്ടാണ് അദ്ദേഹം ഈ ചലനത്തിന്റെ എത്ര സമയമെടുത്തു ഓരോ പ്രാവശ്യവും, ആ ചലനത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സമയമെടുക്കുന്നതിൽ വല്ല വ്യത്യാസമുണ്ടോ, അതായത് ദൂരെ ആടുമ്പോഴേക്കും കണ്ടോ, ഇത് നോക്കുക, ഇതുണ്ടോ ഈ ആട്ടം ശ്രദ്ധിച്ച്, ഇങ്ങനെ ആടുമ്പോഴേക്കും അതിനെടുക്കുന്ന സമയവും ചെറുതായിട്ട് ആ ചലനം ആട്ടത്തിന് കുറവ് വരുമ്പോഴെടുക്കുന്ന സമയവും ഒരുപോലെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് തന്റെ വേറെ പരീക്ഷിക്കാനായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, വാച്ചോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് സ്വന്തം പൾസ് റീഡ് ചെയ്തിട്ടാണ് അദ്ദേഹം അത് കണക്കാക്കിയത്. അതായത് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന നമ്മളുടെ അതിനുശേഷം വന്ന ക്ലോക്കുകളൊക്കെ, നിങ്ങൾ അതുപോലത്തെ ക്ലോക്കുകളായിരുന്നു പിന്നീട് സമയം കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാക്കിയ ക്ലോക്കുകൾ. ഈ രീതിയിലുള്ള ഈ തത്വം ഉപയോഗിച്ചാണ് പിന്നീട് വന്നത്. പെൻഡുലം എന്ന് പറയുന്ന, നിങ്ങൾ പണ്ടത്തെ ക്ലോക്കുകൾ കണ്ടിട്ടുണ്ടോ? ആ ക്ലോക്കുകൾ ഈ തത്വം ഉപയോഗിച്ചാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് പിന്നീട് ഒരു പെൻഡുലം ക്ലോക്ക് അദ്ദേഹം നിർമ്മിക്കുന്നത്. ആ പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് മരുന്നിട്ടത് ഗലീലിയോ ആണ്. ആ ഗലീലിയോ ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാ? പള്ളിയിലെ ഒരു തൂക്കുവിളക്ക് ആടുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രവർത്തനങ്ങളല്ല, ചെറിയ ചെറിയ ഓരോ പ്രവൃത്തിയും നിങ്ങളോട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഊഞ്ഞാലാടുമ്പോഴേക്കും ആ ഊഞ്ഞാലാട്ടത്തിനെടുക്കുന്ന സമയം എത്രയാണ്, അത് ഓരോ ദോലനവും ഓരോ ആട്ടവും നിങ്ങൾ കൂടുതൽ ദൂരം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എത്ര സമയം എടുക്കും, പതുക്കെ ആടുമ്പോഴത്തേക്കും ഒരു ദോലനം നിങ്ങൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു വരുന്നതിനാണ് നമ്മളൊരു ഒരു ദോലനം അല്ലെ ഒരു ആട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിനെടുക്കുന്ന സമയം എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇപ്പം വളരെ എളുപ്പമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഉണ്ട്, അതിലുണ്ട് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഊഞ്ഞാലാടുന്നതും അതുപോലെ തന്നെ ഈ നമ്മളുടെ സിമ്പിൾ പെൻഡിലും ഒക്കെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം, ഗലീലിയോ അന്ന് പള്ളിയിലെ ആ വിളക്ക് ആടുന്നത് കണ്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം നമ്മൾക്ക് ഇനിയും പഠിക്കാൻ ഒത്തിരിയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. അത് സിമ്പിൾ പെൻഡുലത്തിന്റെ തത്വം ഗലീലിയോ മനസ്സിലാക്കിയത് അദ്ദേഹം ആ പള്ളിയിലെ തൂക്കുവിളക്ക് ആടുന്നത് കണ്ടിട്ടാണ്. ആ തൂക്കുവിളക്ക് ആടുന്നതിൽ നിന്ന് കണ്ട വസ്തുത വെച്ചിട്ടാണ് പിന്നീട് നമ്മുടെ ക്ലോക്കുകൾ നിർമ്മിക്കുന്നതും ഇത് കണ്ടോ, ഈ ഇത്തരം ഒരു പെൻഡുലം ക്ലോക്ക് അദ്ദേഹം നിർമ്മിച്ചെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഗലീലിയോ മരിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ്
പെൻഡുലം ക്ലോക്കുകളൊക്കെ പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വലിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് നമ്മുടെ കയ്യിൽ എപ്പോഴും സദാസമയവും സമയം അറിയിക്കുന്ന മൊബൈലും വാച്ചും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ സമയം അറിയാനായിട്ട് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? യെസ്. യെസ്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ അതോ അടുത്തതിലേക്ക് പോട്ടെ? നെക്സ്റ്റിലേക്ക് പോകും. അടുത്തതിലേക്ക് പോട്ടെ. യെസ്. ഞാൻ വേറെ ഒരെണ്ണം കാണിക്കാം. അതായത് നമ്മുടെ കേരളീയരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഈ തേങ്ങയുണ്ട്, ആ തേങ്ങയുടെ ഒരു കൊതുമ്പും ആ കൂടെ ഉണ്ട്. നമ്മൾ ഈ തേങ്ങ അതിൽ നിന്ന് വെട്ടി താഴെ ഇടുകയാണ്, അതോടൊപ്പം ഒരു കൊതുമ്പും താഴെ ഇടുകയാണ്. ഏതാണ് ആദ്യം എത്തുക, തേങ്ങയാണോ കൊതുമ്പാണോ? കൊതുമ്പ്. കൊതുമ്പ്. ഭൂമിയിലെത്തുന്ന കൊതുമ്പാണോ? കൊതുമ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ ഈ തേങ്ങ, നമ്മുടെ ഇതാണ് ഏതാ, ഇതാണ് കൊതുമ്പ് എന്ന് പറയുന്നത്. തേങ്ങയാണോ ആദ്യം എത്തുക, കൊതുമ്പാണോ ആദ്യം എത്തുക? തേങ്ങയാണ്. തേങ്ങയാണ് ആദ്യം എത്തുക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യം ഏതാ ആദ്യം എത്തുക? ഭാരം കൂടിയ വസ്തുവും ഒരു ഭാരം കുറഞ്ഞ വസ്തുവും ഇട്ട് കഴിഞ്ഞാൽ ഏതാദ്യം ഭൂമിയിലെത്തും? ഭാരം കൂടിയത്. ഭാരം കൂടിയത്. ഉറപ്പാണ്? നിങ്ങളുടെ കയ്യില് ഒരു ബുക്ക്, ഒരു പേപ്പർ കൊണ്ടുവന്നിരിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് രണ്ടു മൂന്ന് താഴെ ഇട്ട് നോക്കി. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആ ലാപ്ടോപ്പിന്റെ അല്ലെ മൊബൈലിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ബുക്ക് എടുക്കുക, ഒരു പേപ്പറും എടുക്കുക. ആ ബുക്കും പേപ്പറും കൂടെ ഒരേ സമയം താഴേക്ക് ഇടുക. ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് ബുക്ക് ഒരു കയ്യിൽ പിടിക്കുക, അതുപോലെ പേപ്പർ വേറൊരു കയ്യിൽ പിടിക്കുക, രണ്ടും കൂടി താഴേക്ക് ഇടുക. അപ്പൊ ആദ്യം ഏതാണ് ഭൂമിയിലെത്തുക, ഭൂമിയിൽ പതിച്ചത്? ഏതാണ്? ബുക്കാണോ എത്തിയത്, പേപ്പറാണോ എത്തിയത്? ഏതാണ് എത്തിയത്? പരീക്ഷിച്ച് നോക്കാൻ പറ്റത്തില്ല ഇവിടെ? നിങ്ങളെ കയ്യിലില്ലേ ബുക്ക് ഒക്കെ എടുക്കണമെന്ന് സുധി ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. ബുക്കാണ് ആദ്യം എത്തിയത്. ബുക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ തേങ്ങയുടെ കേസിലോ? തേങ്ങ. അപ്പൊ ഇവിടെ നമുക്കൊരു ഇനിയൊരു പരീക്ഷണം നടത്തുക. അതായത് ഗലീലിയോ ഗലീലി, അദ്ദേഹം അല്ല, രണ്ടും ഒരു സമയത്ത് വീഴും. രണ്ടും ഒരു സമയത്ത് വീഴും. അതായത് ബുക്കും പേപ്പറും ഒരു സമയത്താ വീണ. ചെയ്ത് നോക്കിയോ? കാറ്റ് മൂലം ആടി കാണും, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വീഴും. അതായത് ഞാൻ പറഞ്ഞ തേങ്ങയും, നമ്മള് ഇതാണ് പറഞ്ഞത്, തേങ്ങയും കൊതുമ്പും രണ്ടും ഒരുമിച്ചാണോ ഭൂമിയിലെത്തുക? പിന്നെയെങ്കിലും നിങ്ങൾ നിരീക്ഷിക്കുക. ഒരു തേങ്ങ ഇടുന്ന സ്ഥലത്ത് കുറച്ച് മാറി നിന്ന്, തെങ്ങിന് അടിയിൽ പോയി നോക്കരുത്, കുറച്ച് മാറി നിന്ന് നോക്കുക. തേങ്ങയും കൊതുമ്പും ആള് വെട്ടി താഴെ ഇടുമ്പോഴേക്കും തേങ്ങയാണോ ആദ്യം എത്തുക, കൊതുമ്പാണോ ആദ്യം എത്തുക എന്നുള്ളത് നമ്മളൊന്ന് നിരീക്ഷിക്കണ്ടേ? ഇതൊക്കെ ചെറിയ ചെറിയ നിരീക്ഷണങ്ങളാണ്, നമുക്ക് എപ്പോ വേണേൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി അത് നിരീക്ഷിക്കണം. അപ്പൊ ഗലീലിയോ ഇത് കണ്ടോ, അദ്ദേഹം ഇറ്റലിയിലെ പിസ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് പറഞ്ഞു. ആ പിസയിൽ ഒരു ചരിഞ്ഞ ഗോപുരം കൂടിയുണ്ട്. ആ ചരിഞ്ഞ ഗോപുരത്തിന്റെ മുകളിൽ നടത്തിയ ഒരു വലിയ പരീക്ഷണത്തിന്റെ കഥ കൂടിയാണ് ഞാൻ അടുത്ത് പറയാനിരിക്കുന്നത്. അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നാട്ടുകാരെ ഇതുണ്ടോ, ചുറ്റും ആളുകൾ കൂടി നിൽക്കണം കേട്ടോ. ഗലീലിയോയുടെ സുഹൃത്ത് അവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. ഒരു ഭാരം കൂടിയ വസ്തുവും ഒരു ഭാരം കുറഞ്ഞ വസ്തുവും, അദ്ദേഹം ഒരു കയ്യിലിരിക്കുന്നത് ഒരു ഇരുമ്പിന്റെ ഒരു ഗോളമാണ്, മറ്റേ കയ്യിലും ചെറിയൊരു ഗോളമാണ്. രണ്ടും കൂടെ താഴേക്ക് ഇടുകയാണ്, താഴേക്ക് ഇടാൻ പോവാണ്. അപ്പൊ അവരോട് ഗലീലിയോ ചോദിക്കുകയാണ്, ഏതാണ് ആദ്യം എത്തുക ഭൂമിയിൽ? ഏതാണ് ആദ്യം എത്തുക? നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഏതാ ആദ്യം എത്തുക? ഭാരം കൂടിയത്. രണ്ടും ഒന്നിച്ചെത്തും. അപ്പൊ അഭിപ്രായങ്ങൾ നമുക്ക് ഒരു സമന്വയം ഉണ്ടാക്കണം, ഏതാണ് എങ്ങനെയാണെന്നുള്ളത്, അല്ലെ? അപ്പൊ ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഭാരം കൂടിയത് എത്തും എന്നാണ് ഒരു കാലഘട്ടത്തിൽ നാം പഠിച്ചു വെച്ചിരുന്നത്. അതായത് അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ മഹാനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഭൂമിയിലെത്തുക ഭാരം കൂടിയ വസ്തുവാണെന്നാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണം അങ്ങനെയായിരുന്നു. പക്ഷെ വിശദമായ പഠനം നടത്തിയ ഗലീലിയോ പറഞ്ഞു, ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും ഒരേ സമയം താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഏതാ എത്തുക എന്നുള്ളത് രണ്ടും ഒരേ സമയത്ത് ഈ ഭൂമിയിൽ പതിക്കും എന്ന് ഗലീലിയോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഈ പരീക്ഷണം പിസാ ഗോപുരത്തിന് മേളിൽ കയറി നിന്നിട്ട് കാണിച്ചു കൊടുത്തു. നോക്ക്, ഈ പിസാ ഗോപുരത്തിന് മേളിൽ നിന്ന് ഞാൻ ഈ പരീക്ഷണം നടത്തുകയാണ്. രണ്ട് ഇരുമ്പ് ഗോളങ്ങൾ താഴേക്കിടുകയാണ്, ഒരു ഭാരം കുറഞ്ഞതും ഒരു ഭാരം കൂടിയതും താഴേക്കിടുകയാണ്. ഏതാണ് ആദ്യം എത്തുക എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അവര് നോക്കി, ആളുകൾ നോക്കുമ്പോഴത്തേക്കും രണ്ടും ഒരേ സമയത്ത് പതിച്ചു. പക്ഷേ ഇപ്പൊ നോക്കിയേ, നമ്മൾ ഇവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കിയില്ലേ? പേപ്പറും ബുക്കും ഇട്ട്, അതുപോലെ തേങ്ങയും കൊതുമ്പും കൊണ്ട് നമ്മൾ പരീക്ഷണം നടത്തി. പക്ഷെ അവിടെ രണ്ടും വ്യത്യസ്തമായ സമയത്താണല്ലോ എത്തിയത്. അതെന്തുകൊണ്ടാ?
നമ്മൾ ശാസ്ത്രം പഠിക്കേണ്ട ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാ? ഫ്രീ ഫാൾ. എങ്ങനെ? ഫ്രീ ഫാൾ ആണോ? രണ്ടും ഫ്രീ ഫാൾ ആണ്. അതായത് തേങ്ങയും ഫ്രീ ഫാൾ ആണ്, കൊതുമ്പും ഫ്രീ ഫാൾ ആണ്. ആ ഫ്രീ ഫാളിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഗ്രാവിറ്റി. ഗ്രാവിറ്റി അല്ലല്ലോ തടയുന്നത്. ഫ്രീ ഫാൾ ഉണ്ടാവാതെ അവിടെ എന്താണ് അവിടെ ഒരു ഇടയിൽ ഇതിനിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നത്? വായു. വെരി ഗുഡ്. അതായത് കൊതുമ്പും അതായത് നമ്മൾ പേപ്പറും ബുക്കും എടുത്തപ്പോഴത്തേക്കും രണ്ടും വ്യത്യസ്ത സമയങ്ങളിൽ പതിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിന് കൂടുതൽ വായുവിനെ തങ്ങി നിൽക്കാനായിട്ട്, അതായത് വായുവിന്റെ പ്രതിരോധത്തെ അതിജീവിച്ച് താഴേക്ക് വരാനായിട്ട് ആർക്ക് കഴിയില്ല? പേപ്പറിന് പെട്ടെന്ന് കഴിയില്ല. ഇച്ചിരി സമയം എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആ ബുക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് താഴേക്ക് വരും. അപ്പോ ഗലീലിയോ പറഞ്ഞതാണ്, നിങ്ങൾ ഈ പരീക്ഷണം പേപ്പറും ബുക്കുവോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയും കൊതുമ്പോ ഇതുപോലുള്ള ഏത് പരീക്ഷണവും നമ്മൾ വായുവില്ലാത്ത, അതായത് വാക്വത്തിൽ നടത്തിയാൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടും. അത് രണ്ടും ഒരേ സമയത്ത് തന്നെ താഴെ പോയി പതിക്കും. അതായത് അന്ന് വരെ ആളുകൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു. ഇപ്പൊ ഗലീലിയോ പറഞ്ഞു, നാട്ടുകാരെ, കൂട്ടുകാരെ, ഇങ്ങനെയല്ല വേണ്ടത്. നമ്മളിത് പരീക്ഷിച്ച് നോക്കണം, നമ്മളത് നിരീക്ഷിച്ച് നോക്കണം, ആവർത്തിച്ച് പരിശോധിക്കണം. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പിസാഗോപുരത്തിൽ ഞാൻ നടത്തിയ ഈ പരീക്ഷണം നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഭാരം താഴെ ഫ്രീ ഫാളിങ്ങിന് ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതുമായ വസ്തുക്കളായാൽ ആ ഭാരം അവിടെ ഒരു പ്രശ്നമല്ല എന്ന് അദ്ദേഹം ആ വസ്തുവിന്റെ ഭാരമല്ല അവിടെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. അപ്പൊ നമ്മളും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഭാരം കുറഞ്ഞ വസ്തു അല്ല ആദ്യം എത്തുന്ന, ഭാരം കൂടിയ വസ്തുവാണ് ആദ്യം എത്തിച്ചേരുക എന്നാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, രണ്ടും ഒരേ സമയത്ത് എത്തും. ആ ഒരേ സമയത്ത് എത്താതിരിക്കാൻ കാരണം അതിന് എയർ റെസിസ്റ്റൻസ് ആണ്. വായുവിന്റെ ആ ഒരു പ്രതിരോധം കൊണ്ടാണ് ഈ പേപ്പർ ആയാലും കൊതുമ്പായാലും ഒരേ സമയത്ത് എത്താതിരിക്കുന്നത്. അപ്പൊ ഗലീലിയോ കാണിച്ച രണ്ടാമത്തെ പരീക്ഷണം ഇതാണ്. അടുത്തത്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം. അതായത് ടെലസ്കോപ്പിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആദ്യം പറഞ്ഞു ഒരാള് ടെലസ്കോപ്പ് ആദ്യം കണ്ടുപിടിച്ചത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണെന്ന് പറഞ്ഞു. ശരിക്കും ഗലീലിയോ അല്ല ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഡച്ചുകാരനായ ലിപ്പർഷേ എന്ന് പറയുന്ന ഒരു കണ്ണട വ്യാപാരിയാണ്. ശരിക്കും കണ്ണട വ്യാപാരിയല്ല, അദ്ദേഹത്തിന്റെ കുട്ടികളാണെന്നാണ് പറയുന്നത്. അതായത് കണ്ണട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെക്സ് ഇല്ലേ, ഞാനിപ്പോ ഈ വെച്ചിരിക്കുന്ന ഈ കണ്ണാടി കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, അപ്പൊ അതിന്റെ രണ്ട് ലെൻസുകൾ കൂട്ടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികള് വളരെ അകലെയുള്ള വസ്തുക്കളെ ഇതിലൂടെ കാണാൻ കഴിഞ്ഞു എന്ന് അവരുടെ അച്ഛനോട് പറയുകയാണ്. അപ്പൊ അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ടെലസ്കോപ്പ് പോലൊരു ഉപകരണം ആദ്യം ഉണ്ടാക്കുകയാണ്. അതിനെ പരിഷ്കരിച്ചാണ് അദ്ദേഹം, അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാണ് പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി, ടെലസ്കോപ്പ് ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നത്. അപ്പൊ ഗലീലിയോ അറിഞ്ഞു, ഇങ്ങനെ ലിപ്പർഷേ എന്ന് പറയുന്ന ഡച്ചുകാരൻ ഒരു പുതിയ ഉപകരണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അകലെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാനായിട്ട് സഹായിക്കും എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അപ്പൊ അന്ന് ഈ ടെലസ്കോപ്പ് ഉണ്ടാക്കിയിരുന്നു ശരിയാണ്. പക്ഷെ ടെലസ്കോപ്പ് ഉണ്ടാക്കി ആ ടെലസ്കോപ്പ് ഉപയോഗിച്ചിരുന്നതിന്റെ കടലിലേക്ക് ആണ് അവർ തിരിച്ചു വെച്ചിരുന്നത്. അകലെ വലിയ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള വസ്തുക്കൾ കടലിൽ കൂടെയാണെന്ന് കൊണ്ടുവന്നിരുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കടൽ വഴിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ കപ്പലുകളെ കാണാനും ഒരു മാർക്കറ്റിലേക്ക് ഈ സാധനങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനും ആണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ടെലസ്കോപ്പ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഗലീലിയോ എന്ത് ചെയ്തു? ഈ ടെലസ്കോപ്പിനെ എങ്ങോട്ട്? കടലിൽ നിന്ന് നേരെ ആകാശത്തേക്ക് തിരിച്ചു വെച്ചു. എങ്ങോട്ട് തിരിച്ചു വെച്ചു? ആകാശത്തേക്ക് തിരിച്ചു വെച്ചു. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉറങ്ങിപ്പോയോ? ഇല്ല സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ അത് മതി. അപ്പൊ ഈ ആകാശത്തേക്ക് തിരിച്ചു വെച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകള് വളരെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇതാരാ ഇത്? മൂൺ. ആ മൂണിന്റെ സർഫസ് എന്താ അങ്ങനെ ഇരിക്കണേ? മൂണിന്റെ സർഫസ് എന്താ അങ്ങനെ ഇരിക്കണേ? മൂണിന്റെ സർഫസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ കാണുന്ന അമ്പിളിയമ്മാവന്റെ ആ സർഫസ് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല. അല്ല. അപ്പൊ എന്താ ഈ മൂണിന്റെ സർഫസ് ഇങ്ങനെ ഇരിക്കാൻ കാരണം? മൂണിന്റെ സർഫസിൽ എന്തൊക്കെയാണ് ഉള്ളത്? സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗം വെളുത്തു ഇരിക്കുന്നത്. സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗമല്ല ഞാൻ ചോദിക്കുക, അതിന്റെ സർഫസ് ഈ രീതിയിൽ കാണാനുള്ള കാരണം എന്താണ്? അതായത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവാം, കാരണം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോട് പറയാൻ പറ്റില്ല. ചന്ദ്രന്റെ ഉപരിതലം നമ്മൾ ഭൂമിയുടെ ഉപരിതലം പോലെ തന്നെ കുണ്ടുകളും കുഴികളും ഒക്കെ നിറഞ്ഞതാണ്. അതായത് പർവ്വതങ്ങൾ, ഈ എവറസ്റ്റ് പോലുള്ള പർവ്വതങ്ങൾ നമ്മുടെ ഭൂമിയുടെ സർഫസിലാണുള്ളത്. അതുപോലെ തന്നെ ചന്ദ്രനിലും ഇതുപോലെയുള്ള ഗിരിശൃംഗങ്ങൾ
പർവ്വതങ്ങൾ ഒത്തിരി ചന്ദ്രോപരിതലത്തിലുണ്ട്. അത് മാത്രമല്ല വലിയ വലിയ കുഴികളും ചന്ദ്രോപരിതലത്തിൽ ഉണ്ട്. അന്നത് ആർക്കും അറിയില്ലായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലം എന്ന് പറഞ്ഞാൽ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെന്നാണ് ആളുകൾ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് കവി പാടിയത്. രാജാവിനെ പറ്റി എങ്ങനെയാ പാടിയത്? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അല്ലയോ രാജാവേ, താങ്കളുടെ മുഖം ചന്ദ്രോപരിതലം പോലെയാണ് ഇരിക്കുന്നത്. രാജാവിനും അന്നറിയില്ലായിരുന്നു, പാടിയ കവിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാ ചന്ദ്രോപരിതലം ഇതുപോലെ കുണ്ടും കുഴികളും നിറഞ്ഞതാണെന്ന് അറിയില്ലായിരുന്നു. രാജാവിന് അറിയാവുന്നതുകൊണ്ട് ആ കവിയെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇന്നായിരുന്നെങ്കിൽ രാജാക്കന്മാർ എന്ത് ചെയ്തേനെയും? ആ കവിയെ നിഷ്കരണം വധിച്ചേനെ. കാരണം രാജാവിന്റെ മുഖം ഇതുപോലെ ആയിരിക്കണം, വടുക്കൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് എന്താ തോന്നുക? ദേഷ്യം തോന്നില്ലേ? അപ്പൊ ഈ ചന്ദ്രോപരിതലത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് അവിടെയുള്ള പർവ്വതങ്ങളുടെ ഉയരം അളക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അവിടുത്തെ നിഴൽ വെച്ചിട്ട്. നിങ്ങൾ നോക്കുക, ചെറിയൊരു ടെലസ്കോപ്പ് വെച്ചിട്ട് ആകാശത്ത് ചന്ദ്രനെ നോക്കാന്ന് മാത്രമല്ല, ആ ചന്ദ്രനെ നോക്കിയിട്ട് ആ ചന്ദ്രോപരിതലത്തിലുള്ള പർവ്വതങ്ങളുടെ ഉയരം അളക്കുക, ഗർത്തങ്ങളുടെ താഴ്ച അളക്കുക. ഇതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് എത്രമാത്രം വിജയിച്ചു എന്നുള്ളതല്ല, അദ്ദേഹം അതിനുകൂടി അത്ര ശ്രമം ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എത്രയാ, 450 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത്. അദ്ദേഹം അതിനു ശ്രമിച്ചത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ചന്ദ്രോപരിതലം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചന്ദ്രോപരിതലം കാണണം, എന്നാൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ടെലസ്കോപ്പ് വെച്ചാണ് അദ്ദേഹം ഇത് കണ്ടത്. നോക്കുക, ഇത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ്. ആ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്ന് പറയുന്ന 4 ഗലീലിയൻ ഉപഗ്രഹങ്ങളെ കൂടിയാണ് അതിന്റെ തൊട്ടടുത്ത് കാണുന്നത്. ഈ ഗലീലിയോ വ്യാഴത്തിനെ നിരീക്ഷിക്കുമ്പോഴേക്കും അദ്ദേഹം വ്യാഴത്തിനെ ആദ്യം നോക്കുമ്പോഴേക്കും അതിന്റെ ചുറ്റും 3 പൊട്ടുപോലുള്ള ചില നക്ഷത്രം എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞത്. നക്ഷത്രങ്ങളെ കാണാൻ പറ്റി. പിറ്റേ ദിവസം നോക്കുമ്പോൾ നാലാമത്തെ ഒരെണ്ണം കൂടി കാണാൻ പറ്റി. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ കണ്ട സ്ഥലത്തും അല്ല ഇന്ന് നോക്കുമ്പോഴേക്കും അത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘനാളായിട്ടുള്ള നിരീക്ഷണം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വ്യാഴത്തിന് ചുറ്റും കറങ്ങുന്ന, ഭൂമിക്ക് ചന്ദ്രൻ എന്ന പോലെ തന്നെ വ്യാഴത്തിന്റെ ചുറ്റും കറങ്ങുന്ന ചെറിയ ഉപഗ്രഹങ്ങളാണ്, വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഇത് കണ്ടോ, ഇതാണ് ആ 4 ഉപഗ്രഹങ്ങൾ. വ്യാഴാണ് ആ വലുത് കാണുന്നത്. ഇത് ജുപ്പിറ്ററാണ്. ആ വ്യാഴത്തിന് ചുറ്റും ഇതുപോലെ 4 ഉപഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടെത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഇതുപോലെ തന്നെ നാട്ടുകാരെ വിളിച്ചു. ഹലോ, എല്ലാവരും വരിക, ഈ ടെലസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്ന, ജുപ്പിറ്റർ എന്ന് പറയുന്ന വലിയൊരു ഗ്രഹത്തെയും അതിന്റെ ചുറ്റും കറങ്ങുന്ന ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളെയും കാണാൻ പറ്റും. നിങ്ങൾ പറയുന്നില്ലേ ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രമെന്ന്? ഭൂമിയല്ല കേന്ദ്രം. ഭൂമിക്ക് പുറത്ത്, ഭൂമിയെ ചുറ്റാതെ വ്യാഴത്തിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും മറ്റ് ഉപഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ഇത് കാണ്. പ്രപഞ്ച കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നത് തെറ്റാണ്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല. ഭൂമിയെ ചുറ്റി ചന്ദ്രൻ സഞ്ചരിക്കുന്ന പോലെ തന്നെ വ്യാഴത്തിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല. കോപ്പർനിക്കസ് പറഞ്ഞതുപോലെ സൂര്യനാണ് എന്ന് അദ്ദേഹം എന്തുകൊണ്ട് കാണിച്ചു? ഈ ടെലസ്കോപ്പിലൂടെ തെളിവ് സഹിതം അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അന്നുവരെ ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രമെന്ന് കരുതിയിരുന്ന മതത്തിന്റെ നേതാക്കൾ, അല്ലെ അധ്യക്ഷന്മാര്, മതത്തിന്റെ വക്താക്കൾ, മതപണ്ഡിതന്മാർ ഗലീലിയോ പറഞ്ഞത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവര് ഗലീലിയോയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഗലീലിയോ ആദ്യം താങ്കൾ പറയുന്നത് തെറ്റാണ്, താങ്കൾ കാണുന്നതല്ല പറയുന്നത്, താങ്കൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്ത് മതത്തിന് അസാമാന്യമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തില് ആളുകള് മേലധ്യക്ഷന്മാർ പറയുന്നതാണ് അതുപടി വിശ്വസിച്ചിരുന്നത്. എന്താണ് ചുറ്റും നടക്കുന്നത് നിരീക്ഷിക്കാനോ അതിനെപ്പറ്റി പഠിക്കാനോ അല്ലെ അന്വേഷിക്കാനോ തയ്യാറാകാതെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അന്ന് നടമാടിക്കൊണ്ടിരുന്നത്. അതായത് ടോളമി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു പ്രപഞ്ച കേന്ദ്രം ഭൂമിയാണെന്ന്. അത് നൂറ്റാണ്ടുകളായി ധരിച്ചു വെച്ചിരുന്നു. ആ നൂറ്റാണ്ടുകളായി ധരിച്ചു വെച്ചിരുന്ന കാര്യം യാതൊരു തിരുത്തും കൂടാതെ അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അതിനെ പൊളിച്ചെഴുതിയത് ഗലീലിയോ ആണ്. ഗലീലിയോ പറഞ്ഞു, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, ശാസ്ത്രത്തിന്റെ രീതി അതല്ല. ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടപ്പോൾ എന്താണത്? ഏത് നക്ഷത്രങ്ങളാണത്? പുതിയ നക്ഷത്രങ്ങളാണോ അതോ പഴയതാണോ അതോ വ്യാഴത്തിന്റെ തന്നെ ഒരു ഭാഗമാണോ? എന്തുകൊണ്ടാണത് വ്യാഴത്തെ മാത്രമാണോ ചുറ്റി സഞ്ചരിക്കുന്നത്?
അന്ന് അദ്ദേഹം ആ മനസ്സിലിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള അന്വേഷണമാണ് തുടർന്ന് അദ്ദേഹം നടത്തിയത്. അതായത് വർഷങ്ങളായിട്ട് കടലിലേക്ക് തിരിച്ചു വെച്ചിരുന്ന ടെലസ്കോപ്പിനെ ആകാശത്തേക്ക് തിരിച്ചു വെച്ച് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റി എഴുതാനായിട്ട് ഗലീലിയോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കാണുന്ന കാഴ്ചകൾ പ്രപഞ്ച കേന്ദ്രം ഭൂമിയാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രപഞ്ച കേന്ദ്രം അല്ലെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ, ശ്രമം വളരെ ആത്മാർത്ഥമായിട്ടും അതുപോലെ തന്നെ തെളിവ് സഹിതവും നടത്തിയ ഒരാളാണ് ഗലീലിയോ. അതിന് അദ്ദേഹത്തിന് കർശനമായ ശിക്ഷയാണ് കിട്ടിയത്. അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല സത്യം പറഞ്ഞതിന് ശിക്ഷ അനുഭവിച്ച വളരെ പ്രമുഖരായിട്ടുള്ള ഒരാളിനാണ് ഗലീലിയോ. നിങ്ങൾ ബ്രൂണോ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര പ്രചാരകനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, കോപ്പർനിക്കസ് പറഞ്ഞതാണ് ശരി, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്, ഭൂമിയല്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ മേലധ്യക്ഷന്മാര് അല്ലെ മേധാവികള് അദ്ദേഹത്തെ ചുട്ടുകൊന്നു. ഈ കോപ്പർനിക്കസ് ഒരു പാതിരിയായിരുന്നു, അദ്ദേഹം ഒരു മത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് പറഞ്ഞത് പോലും അംഗീകരിക്കാതെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ മനുഷ്യനെ അപകടത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾ ശാസ്ത്രത്തിന്റെ രീതി ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രത്തിന്റെ രീതി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആവർത്തിച്ചുള്ള പരിശോധനയുടെ ഒരു കാര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതിന് ചെറിയ നിസ്സാര പരീക്ഷണങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു പേപ്പറും ഒരു ബുക്കും താഴേക്ക് ഇടുമ്പോൾ ആദ്യം ഏതാണ് ഭൂമിയിൽ പതിക്കുക, എന്തുകൊണ്ടാണത് രണ്ടും ഒരുപോലെ പതിക്കാത്തത്, അല്ലെ എന്തുകൊണ്ടാണത് ഒരുപോലെ പതിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരീക്ഷിച്ചും നിരീക്ഷിച്ചും അതിന്റെ കാരണങ്ങളെ പറ്റി ചിന്തിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ശാസ്ത്രത്തിന്റെ രീതി അതാണ്. ഇത് ഗലീലിയോ എന്ന് ഈ അതായത് ജുപ്പിറ്ററിന്റെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ട കാര്യം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി സൗരകളങ്കങ്ങളെ പറ്റി അദ്ദേഹം പഠിച്ചിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹം അതൊരു ചിത്രം, ഒരു പെയിന്റിംഗ് ആണ്. അദ്ദേഹം നമ്മൾ ഒറിജിനൽ ഫോട്ടോസ് ഒന്നും അല്ല, ഇത് ഗലീലിയോ ആകാശ നിരീക്ഷണം നടത്തുന്നതിന്റെ ഒരു ചിത്രമാണിത്. ഇതാണ് നിങ്ങൾ നോക്കുക, ജിയോസെൻട്രിക് മോഡൽ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നായിരുന്നു. ബാക്കിയെല്ലാം അതിനെ ചന്ദ്രനും ഈ പറഞ്ഞ സൂര്യനും ബുധനും ശുക്രനും എല്ലാം അതിനെ ചുറ്റി സഞ്ചരിക്കുകയാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഒരു മോഡൽ, സൗരകേന്ദ്ര സിദ്ധാന്തം, സൂര്യനാണ് ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് കോപ്പർനിക്കസ് ആണെങ്കിലും ആ കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കാൻ മതമേലധ്യക്ഷന്മാര് അല്ലെ ത്തിന്റെ വക്താക്കള് തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗലീലിയോ വളർന്നു വന്നത്. അതിന് സത്യം പറഞ്ഞ തെളിവ് സഹിതം അവതരിപ്പിച്ചതിന് അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കുകയാണ് ചെയ്തത്. ഇതാണ് ആ മതമേലധ്യക്ഷന്മാർ ഗലീലിയോയെ വിചാരണ നടത്തുന്ന ഒരു ചിത്രമാണത്. ആ ഗലീലിയോയെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഭൂമിയല്ല ആണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, നിങ്ങൾ സൂര്യനാണ് ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. അതായത് ഇന്ന് ഈ 450 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഏതാണ്ട് 450 വർഷങ്ങൾ കഴിഞ്ഞു, ആ ശേഷവും അദ്ദേഹം മരിച്ചിട്ട് നമ്മളിപ്പോഴും ഗലീലിയോയെ ഓർക്കുന്നുവെങ്കിൽ അദ്ദേഹം കൊണ്ട് ആ രീതിയുടെ പ്രത്യേകതയാണ്. അതായത് ശാസ്ത്രത്തിന്റെ രീതി ഇതാണ്. അതും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, ആ ചോദ്യം ചോദിക്കുന്നതോടൊപ്പം തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള വിവരങ്ങൾ ശേഖരിക്കുക. ആ ശേഖരിച്ചിട്ട് അത് നമ്മൾ ആവർത്തിച്ച് പരിശോധിക്കുക. അതിനൊരു അപ്പം നമ്മുടെ ചുറ്റുപാടും കൊതുക് വളരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കൊതുക് വളർന്നതിൻ്റെയും നമ്മൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് കൊതുക് വളരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് കൊതുക് അവിടെയാണ് മുട്ടയിടുന്നത്. ആ മുട്ടയിൽ നിന്നാണ് കൊതുക് വളർന്നു വരുന്നത്. കൊതുക് മുട്ടയിൽ നിന്ന് നേരെ വിരിഞ്ഞ് കൊതുകാകുകയല്ല, അതിന്റെ ലാർവാ രൂപത്തിൽ, അതായത് കൂത്താടിയായി അത് പതുക്കെ പതുക്കെ വളർന്നാണ് കൊതുകായി മാറുന്നത്. അപ്പൊ നമ്മൾക്ക് കൊതുകിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം കെട്ടിക്കിടക്കുന്ന മലിനജലം അല്ലെ വെള്ളം ഒഴിവാക്കണം. അതിന്റെ ആ മുട്ടയിട്ട് വളരുന്ന ആ കൂത്താടിയെ അല്ലെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിച്ചാൽ തന്നെ നമുക്ക് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ പറ്റും. അപ്പൊ ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണം നടത്തി നോക്കുക, നിരീക്ഷണം നടത്തി നോക്കുക, അതിൽ നിന്നൊരു ശരിയായ നിഗമനത്തിലെത്തുക, യുക്തിയധിഷ്ഠിതമായ നിഗമനത്തിലെത്തുക, ആവർത്തിച്ച് പരിശോധിക്കുക. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. അങ്ങനെ ശാസ്ത്രത്തിന്റെ രീതി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച വിഖ്യാതനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു ഗലീലിയോ ഗലീലി.
അദ്ദേഹമാണ് ഈ രീതി നമുക്ക് സമ്മാനിച്ചത്. സത്യം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അതാണ് ഗലീലിയോ ഗലീലിയെ നാം ഓർക്കാൻ കാരണം. ആ ഗലീലിയോ ഗലീലിയാണ് ഈ പ്രപഞ്ച സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ എന്ന് മാത്രമല്ല അതിന്റെ തെളിവ് സഹിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും കൂടി ചെയ്തയാളാണ് ഗലീലിയോ ഗലീലി. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. നമുക്കിനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്ക് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടിയുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എല്ലാവരും പോവുകയാണല്ലോ, ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, പേടിക്കണ്ട. നമുക്കിനി ഇതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്നോട്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് മനസ്സിലായിരുന്നോ? മനസ്സിലായി. പിന്നെ എന്തെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലെ ഞാൻ ചില സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? നമുക്ക് ഇതിന്റെ ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഊഞ്ഞാലാടുമ്പോഴേക്കും നിങ്ങൾ അത് ഇനി ശ്രദ്ധിക്കണം. ആ ഊഞ്ഞാലിന്റെ ഓരോ ദോലനങ്ങൾക്കും എടുക്കുന്ന സമയം, സ്പീഡിലാടുമ്പോഴും സ്പീഡ് കുറഞ്ഞാടുമ്പോഴും എടുക്കുന്ന ആ സമയത്തെ പറ്റി നിങ്ങളൊന്ന് നോക്കണം. അത് നോക്കാമല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാമല്ലേ? നോക്കാം. രണ്ടാമത്തെ കാര്യം, ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും താഴെ ഇടുമ്പോഴേക്കും രണ്ടും വ്യത്യസ്ത സമയങ്ങളിലാണ് നമുക്കിപ്പോൾ ബുക്കും പേപ്പറും കൂടി ഇട്ടാൽ എത്തുന്നത്. പക്ഷെ ആ ബുക്കിന്റെ പുറത്തൊരു പേപ്പർ വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ എത്തും. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. പിന്നെ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ടെലസ്കോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചന്ദ്രനെ നിരീക്ഷിക്കാം, അതുപോലെ തന്നെ ജുപ്പിറ്ററിനെ നിരീക്ഷിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കത് ഈ ടെലസ്കോപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരു 500 രൂപ 550 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ടെലസ്കോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ആ ടെലസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ഈ നിരീക്ഷണം നടത്താൻ കഴിയും. അപ്പൊ നിങ്ങൾ ആദ്യം അതിനു മുമ്പ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓക്കെ, സമ്മതിച്ചു. എല്ലാ ദിവസവും സൂര്യൻ കിഴക്കുദിക്കുന്നു ഉണ്ടോ? അതോ ആ ഉദിക്കുന്ന സമയം അതിന്റെ മാറ്റം എങ്ങോട്ടെങ്കിലും ഉദയത്തിനും അസ്തമയത്തിനും എങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? അത് ഏത് സ്ഥലത്തേക്കാണ് അത് മാറി മാറി പോകുന്നത്, അല്ലെ ഏത് സ്ഥലത്തേക്കാണ് അത് അടുത്തടുത്ത് വരുന്നത് എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ഏത് സ്ഥലത്താണ്, അവിടുന്ന് നാളെ അല്ലെ മറ്റന്നാൾ ഉദിക്കുന്നത് എവിടെയാണ്, എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടോ, അപ്പോൾ അത് കൃത്യം കിഴക്കാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ദിവസേന നമുക്കൊരു കുറച്ച് ദിവസം നോക്കിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഒരു വർഷത്തില് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? കറക്റ്റ് കിഴക്ക് ആരും മിണ്ടുന്നില്ലോ. അതായത് സൂര്യൻ കിഴക്കാണ് നമ്മൾ ഉദിക്കുന്നതെന്ന് പറയുമ്പോഴും ആ കിഴക്ക് എവിടെയാണ്, ഏത് ഭാഗത്താണ്, ശരിക്കും പൂർണ്ണമായിട്ടും കിഴക്ക് ഭാഗത്താണോ, അതോ കിഴക്കുന്ന ഏതെങ്കിലും ഡയറക്ഷനിൽ മാറിയാണോ ഓരോ ദിവസവും ഉദിക്കുന്നത്? ആ മാറ്റത്തിന് എന്താണ് കാരണം എന്നുള്ളതാണ് ഒന്നാമത്തെ അസൈൻമെന്റ് ആയിട്ട് വരേണ്ടത്. രണ്ടാമത്തെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് ചന്ദ്രനെ കാണുന്നുണ്ട്. ചന്ദ്രനെ കാണുമ്പം ഒരു അമാവാസി തൊട്ട് അടുത്ത അമാവാസി വരെ ചന്ദ്രന്റെ ആകാശത്ത് നിരീക്ഷിക്കാം. ചന്ദ്രൻ എവിടെയാണ് ഉദിക്കുന്നത്, എവിടെയാണ് അസ്തമിക്കുന്നത്, ആ സമയത്തിന് എന്താണ് അതിന്റെ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിന്റെ ആ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, അതിനൊരു ക്രമമുണ്ടോ? അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട, സൂര്യനെയും ചന്ദ്രനെയും നമ്മളൊന്ന് നിരീക്ഷിക്കുക. ആ സൂര്യനെയും ചന്ദ്രനെയും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആകാശ നിരീക്ഷണത്തിനുള്ള ബാലപാഠങ്ങൾ അതിൽ നിന്ന് കിട്ടും. അതിലൂടെയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്
ഈ ശാസ്ത്രത്തിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ രീതിയും അതുപോലെ അതിനെ എതിർക്കുന്നവരും സ്വീകരിക്കുന്ന രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഗലീലിയോ 450 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ ആ ശാസ്ത്രത്തിന്റെ രീതി സ്വീകരിക്കാതെ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ്. നമ്മൾ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിന്റെ രീതി, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള രീതി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ 2 അസൈൻമെന്റ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, സൂര്യന്റെ ഉദയം എവിടെയാണ്, കിഴക്ക് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. 2, ചന്ദ്രന്റെ ഉദയ സമയം എവിടെയാണ്, എങ്ങനെയാണ് ഉദിക്കുന്നത്, എവിടെയാണ്. ഒരു 27 ദിവസം നമ്മൾ തുടർച്ചയായി ചന്ദ്രനെയും നിരീക്ഷിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ക്ലാസ്സിന്റെ ഒരു ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംഘാടകർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇനി ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടുതൽ വ്യക്തമായും പറയാം.